നിയന്ത്രിക്കണില്ല, കുത്തഴിഞ്ഞു പോവാന്ന് പറഞ്ഞത് ശരിയല്ല. ഇവിടെ സത്യത്തിൽ സോഷ്യൽ മീഡിയ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും നിയന്ത്രിക്കുന്നുണ്ട്. നിങ്ങൾ ഡിസൈഡ് സുലൈമാനിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചക്കരമിഠായിൽ വനില ഐസ്ക്രീം മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അതൊരു പുതിയൊരു ട്രെൻഡാണ്. ഓരോ വീക്കിലും ഓരോ ട്രെൻഡ് വരും. ആളുകൾ ആ ട്രെൻഡിന്റെ ബാക്കിൽ പോവുക. ഇത് ആരൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഒരുത്തരം അത് എടുത്തിട്ട് വീഡിയോ എടുത്ത് അടുത്ത ആള് ഞാനിതിൻ്റെ ഭാഗമായിട്ടുണ്ട്, അടുത്ത ആൾ ഞാൻ ഇതിൻ്റെ ഭാഗം ആയിട്ടുണ്ട്, ഇങ്ങനെ ഓരോ ആളുകളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് കാണിക്കാൻ സ്റ്റോറി റീൽസും ചെയ്യാം. പഴയ ആളുകൾ പറയുന്നൊരു കാര്യമാണ്, ഇപ്പൊ ഒരു കുത്തഴിഞ്ഞ ജീവിതമാണ് ആളുകൾ, ഒരു നിയന്ത്രണവും ഇല്ല. സത്യത്തിൽ ഇൻസ്റ്റഗ്രാം എല്ലാവരും നിയന്ത്രിക്കുകയാണ്. നമ്മൾ ആ ട്രെൻഡിന്റെ ഭാഗമായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനൊരു ഫോട്ടോ ഇടുന്നു, ഒരു റീൽ ഇടുന്നു, ഒരു സ്റ്റോറി ഇടുന്നു, നമ്മളും അതിന്റെ ഭാഗമായിട്ട് മാറുന്നു. ഇല്ലെങ്കിൽ നമുക്ക് എന്തോ തോന്നുകയാണ്, ഇതിന്റെ ഭാഗമായിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു സമൂഹത്തിൽ നിന്ന് പുറത്തു പോയോ എന്നൊക്കെ ഒരു ചിന്താഗതി തോന്നുകയാണ്. എല്ലാ സർവ്വ മേഖലയിലും ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നന്നായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു സങ്കടം വന്നു കരുതുക, പിന്നെ കാണുന്ന റീല് മൊത്തം സങ്കടത്തിന്റെ വഴിയിലാണ്. നമ്മളൊരു ടോപ്പ് സങ്കടത്തിലെത്തിക്കും ഇത് കണ്ട്. അപ്പൊ നമ്മൾ സങ്കടം മാറാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു വീഡിയോ നമ്മൾ കുത്തി തെരഞ്ഞു കണ്ടാൽ പിന്നെ ഫുള്ള് സങ്കടം മാറാനുള്ള വീഡിയോ. നമ്മളൊന്ന് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് ചിരിച്ചു പോയാൽ പിന്നെ മൊത്തം ചിരിക്കുന്ന വീഡിയോ. നിയന്ത്രിക്കണില്ല, കുത്തഴിഞ്ഞു പോവാന്ന് പറഞ്ഞത് ശരിയല്ല. ഇവിടെ സത്യത്തിൽ സോഷ്യൽ മീഡിയ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും നിയന്ത്രിക്കുന്നുണ്ട്. നമ്മൾ പണ്ടുണ്ടായിരുന്നത്, നമ്മളൊരു മാർക്കറ്റിന് ഒരു നിശ്ചിത കസ്റ്റമർ ആണെങ്കിൽ ഇന്ന് അതല്ല സ്ഥിതി. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ആ ഒരു രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ട്രെൻഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ കസ്റ്റമേഴ്സും അതിൻ്റെ വോളിയം ഓഫ് സെയിൽസും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഇന്നലെ കോഴിക്കോട് ബീച്ച് കഴിഞ്ഞിട്ട് രാത്രി ഒരു ഹോട്ടലിൽ പോയി. ആളുകൾ, നമ്മൾ കല്യാണത്തിനൊക്കെ ഉണ്ടല്ലോ റഷായിട്ട് ആളുകൾ ബാക്കിൽ നിൽക്കുന്ന ഒരു സ്ഥിതി, അതാണ് ഇന്നലെ കണ്ടത്. ഇതിന് വലിയൊരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ഭൂരിപക്ഷം ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയാണ്. എന്തിനും അങ്ങനെയാണ്. ശരിക്കും ഇവിടെ സമൂഹം ഇന്ന് നിയന്ത്രിക്കുന്നത് ശരിക്കും സോഷ്യൽ മീഡിയ ആണെന്നുള്ളത് വീണ്ടും നമുക്ക് മനസ്സിലാവാണ്. പക്ഷെ നമ്മളിതിന്റെ ഭാഗമല്ലാതെ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലല്ലാന്ന് നമുക്ക് തോന്നാം. ഇപ്പോൾ KLF പോലത്തെ പ്രോഗ്രാം നമ്മൾ വിചാരിക്കും അവിടെ കൂടിയുള്ള ആളുകൾ മൊത്തം സാഹിത്യകാരന്മാരോ അങ്ങനത്തെ ചിന്തകന്മാരോ അല്ലെങ്കിൽ ആ സാഹിത്യോത്സവം കാണാൻ വേണ്ടി വന്നുള്ള ആളുകളോ മാത്രമാണ്. ഒരിക്കലല്ല. ഇതിനെക്കുറിച്ച് മുമ്പ് ഇൻസ്റ്റഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ അറിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്, നമ്മളവിടെ പോയിട്ടുണ്ട് എന്ന് അറിയിക്കാനുള്ള ഒരു സ്റ്റോറി, ഒരു റീൽസും ഒരു ഫോട്ടോയും നമ്മളതിൻ്റെ ഭാഗമായി. ഇങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു വലയത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ പറയുന്നത് നമ്മളാണെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുക.